ജീവന്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ 7 അടയാളങ്ങളിൽ അവസാനത്തെ അടയാളമായ ലാസറിനെ ഉയർപ്പിക്കുന്ന വചനഭാഗത്തെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. ഈശോയ്ക്ക് ഏറെ പ്രിയപ്പെട്ട കുടുംബമായിരുന്നു ലാസറിൻ്റേത്. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ പലപ്പോഴും ഈശോ ലാസറിന്റെ കുടുംബം സന്ദർശിക്കുകയും സൗഹൃദം പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാസർ രോഗബാധിതനായെന്ന് ഈശോ അറിയുന്നത്. വാക്കുകൊണ്ടും സ്പർശം കൊണ്ടുമൊക്കെ ഒത്തിരി പേരെ സുഖപ്പെടുത്തിയ ഈശോ ലാസർ രോഗിയാണെന്നറിഞ്ഞിട്ടും അവനെ കാണാനായിട്ട് പുറപ്പെടുന്നില്ല. നാം വചനത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: എങ്കിലും അവ രോഗിയാണെന്നറിഞ്ഞിട്ടും ഈശോ താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടി ചെലവഴിച്ചു. നാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം, ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് എന്തേ എൻ്റെ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം ലഭിക്കാത്ത? ലാസറിന്റെ ജീവിതം അതിൻ്റെ ഒരു ഉത്തരം നമുക്ക് നൽകുന്നുണ്ട്. അവൻ രോഗിയാണെന്നറിഞ്ഞിട്ടും അവനെ കാണാൻ പോകാതിരുന്ന ഈശോ ഒരു ഉത്തരം നൽകുന്നുണ്ട്. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവമഹത്വത്തിനും ദൈവപുത്രന്റെ നാമം മഹത്വപ്പെടുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ ലാസർ രോഗിയാണെന്നറിഞ്ഞിട്ട് ഈശോ സന്ദർശിച്ചിരുന്നെങ്കിൽ ലാസറിന് ഒരു രോഗസൗഖ്യാനുഭവം ലഭിക്കുമായിരുന്നു. എന്നാൽ ഈശോ 2 ദിവസം കാത്തിരുന്നതിലൂടെ ലാസറിന് അനുഭവിക്കാനായത് ഉദ്ധാനത്തിന് അനുഭവമാണ്. ഒരിക്കലും തിരിച്ചു വരാനാകാത്ത അവസ്ഥയിൽ നിന്ന് ഈശോ അവനെ ഒരു ജീവൻ നൽകി ഒരു പ്രത്യാശയുടെ അനുഭവം നൽകുകയാണ്. വിശുദ്ധഗ്രന്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിതാവിനെയും സ്വദേശത്തെയും ബന്ധുക്കളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ച അബ്രഹത്തെ, സഹോദരന്മാർ വിറ്റ് ഈജിപ്തിലെ കാരാഗ്രഹത്തിലായിരിക്കുകയും കാരാഗ്രഹത്തിൽ നിന്ന് സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ജോസഫിലും, നൈൽനിധിയിൽ ഉപേക്ഷിക്കപ്പെട്ട് എടുത്തു വളർത്തപ്പെട്ട് ഒളിച്ചോടി ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ അവരുടെ ഇടയനായി തിരഞ്ഞെടുക്കപ്പെടുന്ന മോശയും ഈ കഷ്ടതയിൽ ദൈവത്തിന്റെ മഹത്വം അനുഭവിച്ചറിഞ്ഞവരാണ്. തന്റെ ക്ലേശങ്ങളുടെ നടുവിൽ ജോബ് വിളിച്ചു പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ ചർമ്മം അഴുകില്ലാതായാലും എൻ്റെ മാംസത്തിലൂടെ ഞാൻ ദൈവത്തെ കാണും. നമുക്കൊരു ദൈവമുണ്ട്, നമ്മെ സ്നേഹിക്കുകയും അറിയുകയും ആശ്രയിക്കും. നമുക്കൊരു ദൈവമുണ്ട്, നമ്മെ സ്നേഹിക്കുകയും അറിയുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഈശോ. പത്രോസിന്റെ അമ്മായിയമ്മ രോഗിയായി കിടന്നപ്പോൾ അവൾക്ക് സൗഖ്യം നൽകിയവനാണ് അവൻ. 12 വർഷമായി രക്തസ്രാവം ബാധിച്ച് കിടന്നവളെ സുഖപ്പെടുത്തിയവനാണ് അവൻ. ബെത്സൈദ കുളക്കരയിൽ 38 വർഷം തളർന്നു കിടന്നവന് സൗഖ്യം നൽകിയവനാണ് അവൻ. ശതാധിപന്റെ മകളെ മരണത്തിൽ നിന്ന് കൈപിടിച്ചു ഉയർത്തിയവനാണ് അവൻ. മരിച്ച് സംസ്കരിക്കാൻ കൊണ്ടുപോയ വിധവയുടെ മകനെ ജീവനിലേക്ക് നയിച്ചവനാണ് അവൻ. മരിച്ച് അടക്കപ്പെട്ട് 4 ദിവസം കഴിഞ്ഞിട്ടും ഒരു പ്രതീക്ഷയില്ലാതിരുന്നിട്ടും ഉദ്ധാനം നൽകിയ ലാസറിന് ഉദ്ധാനം നൽകിയവനാണ് അവൻ. ഈ ഈശോയിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. നമ്മുടെ ഹിതമല്ല, ദൈവത്തിന്റെ ഹിതത്തിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം. നമ്മുടെ ഹിതങ്ങൾക്ക് കുറവുകളുണ്ട്, എന്നാൽ ദൈവത്തിന്റെ ഹിതമോ പൂർണ്ണമാണ്. നമുക്ക് നമ്മുടെ ആകുലതകളും ആവശ്യങ്ങളും നിയോഗങ്ങളൊക്കെ ദൈവത്തിന് സമർപ്പിക്കാം. ഒപ്പം ഈശോ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന കൂടി കൂട്ടിച്ചേർക്കാം: പിതാവേ, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. സങ്കീർത്തനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം: കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് തോന്നുമ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളണമേ. ആമേൻ.